എല്ലാ മാന്യപ്രേക്ഷകർക്കും കാണാപ്പുറം വ്ലോഗിലേക്ക് ഹാർദവമായ സ്വാഗതം. മാന്യ സഹോദരന്മാരെ, സ്നേഹം നിറഞ്ഞ കൂട്ടുകാരെ, നിങ്ങൾക്ക് കാണാപ്പുറം വ്ലോഗിലേക്ക് ഹാർദവമായ സ്വാഗതം. ഞാനിന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത് ഈസാ നബി അലൈഹിസ്സലാമിൻ്റെ മാതാവ് മറിയമിനെ കുറിച്ചാണ്. അഥവാ മേരി എന്ന് ക്രിസ്തു സഹോദരന്മാർ മേരി എന്ന് വിളിക്കും. മേരി എന്ന് വിളിക്കപ്പെടുന്ന മറിയം ബീവിയെക്കുറിച്ച് വിശുദ്ധ ഖുർആനിൽ ഒരു പരാമർശമുണ്ട്. യാ മറിയമു ഇന്നല്ലാഹ സ്തഫാക്കി വതഹറക്കി വസ്തഫാക്കി അലാ നിസാഇൽ ആലമീൻ. ലോകത്തുള്ള സർവ്വ പെണ്ണുങ്ങളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠയായി നിന്നെ തിരഞ്ഞെടുത്തിരിക്കുന്നു, വിശുദ്ധയായി തിരഞ്ഞെടുത്തിരിക്കുന്നു. വസ്തഫാക്കി അലാ നിസാഇൽ ആലമീൻ, ലോക സ്ത്രീകളിൽ വെച്ച് ഏറ്റവും ഉത്കൃഷ്ടയായി മറിയം ബീവി അല്ലാഹു തആല തിരഞ്ഞെടുക്കുന്നു. മാത്രമല്ല, ഖുർആനിൽ ഒരു സൂറത്ത് തന്നെ മറിയമിൻ്റെ പേർക്കുണ്ട്. ഖുർആനിൽ പേരെടുത്ത് പറഞ്ഞ ഒരേ ഒരു സ്ത്രീ മറിയമാണ്, ഈസാ നബിയുടെ മാതാവാണ്. അത്രത്തോളം ശ്രേഷ്ഠതയും ബഹുമാനവും അവർക്ക് ഇസ്ലാം നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ മറിയമിൻ്റെ പരിശുദ്ധതയെ ഖുർആൻ പല ഇടങ്ങളിൽ വിവരിക്കുന്നുണ്ട്. സക്കരിയ നബി അലൈഹിസ്സലാം അവരെ നിസ്കരിക്കുന്ന, അവർ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനാലയത്തിലേക്ക് ഉള്ളിലേക്ക് കടന്നു ചെല്ലുമ്പോഴൊക്കെയും അവിടെ ഭക്ഷണപദാർത്ഥങ്ങൾ പലതും കാണാമായിരുന്നു. അപ്പോൾ അദ്ദേഹം ചോദിച്ചു, അന്നാലേക്ക് ഹാദ, ഇതൊക്കെ നിനക്ക് എവിടെ നിന്ന് കിട്ടിയിരുന്നു? അപ്പോൾ പറഞ്ഞു, ഹാദാ മിനന്ദില്ല, ഇത് അള്ളാഹുവിൻ്റെ പക്കൽ നിന്ന് എനിക്ക് കിട്ടുന്നതാണ് എന്ന് പറയണ്ടേ. അത്രക്ക് അമാനുഷികമായ കഴിവും ഒക്കെയുള്ള സ്ത്രീയായിരുന്നു മറിയം ബീവി. അതുകൊണ്ട് അല്ലാഹു തആല നമുക്ക് അവരെ പിൻപറ്റി ജീവിക്കാനുള്ള, അവരുടെ മാതൃക പിൻപറ്റാനുള്ള എല്ലാവിധ സൗഭാഗ്യങ്ങൾ നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.